ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ബ്രിഞ്ചാൾ കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയാൽ ഇതും നേരത്തെ ഞാൻ മുൻപ് റെസിപ്പി ഇട്ടിട്ടുപോലെ ബാച്ചിലേഴ്സിനും ഹോസ്റ്റലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ ഒരു ബ്രിഞ്ചാൾ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ അത് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മസാലയും കൂടി ഇട്ട് നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്തില്ലേ അതുപോലെയൊക്കെ ബ്രിഞ്ചാളിന് എന്ത് ചെയ്യാം, മസാല വരട്ടി വെക്കാം. ശേഷം പാനിൽ കുറച്ച് എണ്ണ വിത്താട്ടോ, ഇത് രാവിലെ പപ്പടം പൊരിച്ച എണ്ണയാണ്. സോ അതിലേക്ക് ഞാനിട്ട് പൊരിക്കുവാണ് നമ്മൾ മസാല പുരട്ടി വെച്ചത്. ഈ എണ്ണയിലിട്ട് നല്ല മുറിച്ചെടുക്കണമെന്നില്ല, എന്നാൽ അത്യാവശ്യം ഫ്രൈ ആയിട്ട് എടുക്കാം. ഇത് മൊരിന്ന് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും തോന്നുന്നുണ്ട്. നമുക്ക് ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് അല്ലാണ്ട് ബ്രിഞ്ചാൾ ഫ്രൈ റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊന്നിലേക്ക് ഞാൻ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബ്രിഞ്ചാൾ ഇട്ടെടുക്കുകയാണ്. ശേഷം ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിലാൽ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ കൊച്ചുള്ളി, വറ്റൽമുളക്, പച്ചമുളക് ഇവയെല്ലാം കൂടെ നേരത്തെ ബാലൻസ് വന്ന എണ്ണയിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം അതിൽ കുറച്ച് അരപ്പിൻ്റെ ഒരു മിക്സൊക്കെ കാണും, അതിൽ തന്നെ ഞാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ടൈമിൽ നമുക്ക് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയാണെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ ഓൾറെഡി ആ ഒരു റെഡ് കളർ ഉള്ളതാണ്, ഞാൻ പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ വറുത്തതും കൂടി നമ്മുടെ ഈ തൈര് ബ്രിഞ്ചാൾ മിക്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സംഭവം ഇതുമാത്രം മതി ചോറ് അടിപൊളിയായിട്ട് ഉണ്ണാൻ. ട്രൈ ചെയ്ത് നോക്കൂ.